ഭരണം മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ലെന്ന വനം മന്ത്രിയുടെ പ്രസ്താവന തീർത്തും ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമെന്ന് മുൻ MLA ആന്റണി ജോൺ. വന്യമൃഗശല്യത്തിനെതിരെ പിണ്ടിമന പഞ്ചായത്തിലെ കുളങ്ങാട്ടുകുഴിയിൽ CPIM നടത്തിയ പ്രതിഷേധ ധർണയും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആന്റണി ജോൺ. ഭരണം മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്ന വനം മന്ത്രിയുടെ പ്രസ്താവന തീർത്തും ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് മുൻ MLA ആന്റണി ജോൺ പറഞ്ഞു. നിരന്തരമായി വന്യജീവി ആക്രമണമുണ്ടായിട്ടും സ്ഥലം സന്ദർശിക്കാനോ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനോ നഷ്ടപരിഹാരത്തിനോ ആശ്വസിപ്പിക്കാനോ പോലും സ്ഥലം സന്ദർശിക്കാത്ത സ്ഥലം MP, MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ബന്ധപ്പെട്ട ഫോറസ്റ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് പിണ്ടിമന പഞ്ചായത്തിലെ കുളങ്ങാട്ടുകുഴിയിൽ CPIM നടത്തിയ പ്രതിഷേധ ധർണയും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA ആണെങ്കിലും MP ആണെങ്കിലും ഒക്കെ കടന്നു വരുമ്പോൾ പഞ്ചായത്ത് മെമ്പറൊക്കെ അല്ലെങ്കിൽ മന്ത്രിയൊക്കെ കടന്നു വരുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധത്തെ നേരിടാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ആ തികഞ്ഞ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ അപ്പം തന്നെ ഇരുന്നത്. അവിടെ ചെന്നു അവിടെ നിരവധി കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിണറാണ്. അന്ന് അവിടെ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ അവരാദ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്ത് ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന സമീപം സ്വീകരിച്ചു. അപ്പൊ MLA എന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞു, പോരാ, ഇത് അവര് കുറെ ന്യായങ്ങൾ അതിനകത്ത് ഉന്നയിച്ചു. അത് മറ്റേ സംരക്ഷണ വിധി ഉണ്ടായിരുന്ന കിണറല്ല, അതുകൊണ്ടൊക്കെയാണ് ആന. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അതുകൊണ്ട് ആ കിണർ നല്ല നിലയിൽ സംരക്ഷിച്ചു കൊടുക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത്രയും തുക കൊടുക്കാൻ കഴിയുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അന്നത്തെ കളക്ടർ, ഇന്നിപ്പോ നമ്മുടെ NSK ഉമേഷ് അദ്ദേഹത്തെ ഉൾപ്പെടെ നമ്മളോട് വരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹവുമായി സംസാരിച്ചു. അങ്ങനെ പരമാവധി എങ്ങനെ സഹായം കൊടുക്കാൻ കഴിയും, വനംവകുപ്പിന്റെ സഹായവും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചത് സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന് ശേഷം വിവിധ വകുപ്പുകൾക്ക്, റവന്യൂ വകുപ്പിനും പഞ്ചായത്തിനും ഒക്കെ ഇടപെടാൻ കഴിയും. അപ്പൊ ആ സാധ്യതയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും എല്ലാമായി ആവശ്യമായ തുക, നമ്മളിപ്പോൾ വേറെ ന്യായമൊന്നും പറയേണ്ട കാര്യമില്ല. പുതിയതായി എങ്ങനെയാണ് ഒരു കിണർ നിർമ്മിക്കുന്നത് അതിനാവശ്യമായ തുക അത് പൊതുമരാമത്ത് വകുപ്പിനോട് അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു. ഏതാണ്ട് 1,72,200 വരുന്ന തുക അത് നമ്മൾ അനുവദിച്ച്, പിന്നെ അതിന്റെ വർക്ക് ഏറ്റെടുക്കാനൊക്കെ ചില കാലതാമസം ഉണ്ടായിരുന്നത് വസ്തുതയാണ്. കരാറുകാർ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിരുന്ന വസ്തുതയാണ്. കുളങ്ങാട്ടുകുഴി, വേട്ടമ്പാറ, ഭൂതത്താൻകെട്ട് പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ നിരന്തര ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം പുലിയും ഇറങ്ങി. ജനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഭയപ്പാടിലാണ്. വേട്ടമ്പാറ കുളങ്ങാട്ടുകുഴി പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന 1-ാം വാർഡിന്റെ മെമ്പർ പ്രിൻസ് ജോൺ 2 ദിവസമായി കുളങ്ങാട്ടുകുഴിയിൽ ഒറ്റയാൽ പ്രതിഷേധ സമരം നടത്തി വരികയാണ്. MP, MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിജു P. നായർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി TC മാത്യു, ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ മെമ്പറുമായ SM അലിയാർ, TK കുര്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജൽജ പൗലോസ്, ഷർമിന ഉബൈദ്, മുൻ മെമ്പർ മഞ്ജു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.